നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധിക പേരും ജോലി ചെയ്യുന്നത് അതിനുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല, മറിച്ച് ഉപജീവന മാർഗത്തിന് അത് കൂടിയേ കഴിയൂ എന്നതുകൊണ്ടാണ്. ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിലൂടെ നമ്മുടെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള അവസരമായിട്ട് അതിനെ മാറ്റുമ്പോൾ നമുക്ക് തീർച്ചയായും ആ ജോലിയിൽ നല്ല ഉയർന്ന നിലയിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പാഠഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് 3 കാര്യങ്ങൾ നേടാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, എനിക്ക് ഇന്നത് നേടാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ്. നമ്മളൊരു ജോലിയിലായിരിക്കെ ആ ജോലി നല്ല രീതിയിൽ പൂർത്തീകരിക്കുമ്പോൾ നമുക്കുള്ളിലുണ്ടാവുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ജോലിയിലൂടെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അതിൽ രണ്ടാമതായി പറയുന്നത്, സമുദായത്തിന് അതുവഴി ഉപകാരം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളൊരു ജോലിയിലായിരിക്കെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന് അതുവഴി നമുക്ക് പറ്റുന്നിടത്തോളം ഉപകാരം അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തേത്, നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഈ കഴിവുണ്ടായിട്ടും നമുക്കത് പ്രകടിപ്പിക്കാനൊരു അവസരം നമുക്ക് പലപ്പോഴും ഉണ്ടായിരിക്കില്ല. പക്ഷേ ജോലിയിലൂടെ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റും എന്നതാണ്. ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മടുപ്പുളവാക്കുന്ന ഒന്നായിരിക്കും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ കൂടിയേ തീരൂ. ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ള കഴിവുകൾ നഷ്ടപ്പെടുകയുള്ളൂ. മറിച്ച് ഒരു ജോലി ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാൻ പറ്റുള്ളൂ. ലോകത്തിലെ വലിയ കാര്യങ്ങൾ നേടിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും എഡിസൺ ആയാലും നമ്മുടെ ദസ്തേവ്സ്കി ഒക്കെ ആയാലും മറ്റ് അനേകം മഹാന്മാരായി കഴിഞ്ഞാലും അവരെല്ലാം മികച്ച അധ്വാനശീലരായിരുന്നു എന്നുള്ളതാണ്. അത്തരം അധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഓരോരുത്തരും അവരവരുടെ ജോലി ശരിയായി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ സുഖവും സൗകര്യവും ഒക്കെ നിലനിർത്തിപ്പോരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി പാഠഭാഗത്ത് പറയുന്നത് നമുക്കൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഇപ്പോഴത്തെ ജോലി. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനും ജീവിതത്തിൽ നല്ലൊരാളാവാനൊക്കെ സാധിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, സകല കഴിവും അതിൽ കേന്ദ്രീകരിക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിക്കുക. നമ്മുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമതായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് അനുഭവിക്കുക. അപ്പോൾ നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം രണ്ടാമത്തേത്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ജോലിയിലായാലും പഠനത്തിലായാലും അത് ചെയ്യുന്ന രീതിയിലാണ് കാര്യം, നമ്മളെങ്ങനെ അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കും, ചിലർ ഒരുപാട് പുസ്തകത്തിന് മുന്നിലിരിക്കും, പക്ഷെ ഒന്നും തലയിൽ കയറില്ല. ഒരുപാട് സമയം വേറെ എന്തെങ്കിലും ആയിരിക്കും ചിന്തിച്ചിരിക്കുക. പക്ഷേ ആ സമയം നമ്മൾ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നന്നായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യുക. മറ്റൊന്ന്, നമ്മുടെ വില കളയുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുക, അധ്വാനിക്കുകയൊന്നും വേണ്ട. നമ്മുടെ അധ്വാനത്തിന് നമുക്കൊരു വില ഉണ്ടാവണം. അപ്പോഴേ ബാക്കിയുള്ളവർക്കും കൂടെ അതിലൊരു വില തരാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മറ്റുള്ളവർ നമ്മളെ ജോലിയെ കുറ്റം പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തെ കുറ്റം പറയുമ്പോഴോ ഒക്കെ അതിന് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അത് സാധ്യമാവും എപ്പോഴാണ് അറിയോ? അത് നമ്മൾ നമ്മുടെ ജോലിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോഴും ആത്മാർത്ഥമായിട്ട് മുഴുകുമ്പോഴും ഒക്കെയാണ്.
ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജോലി ഭംഗിയായി തീരുകയും നമ്മുടെ ജീവിതം അതിലൂടെ സംതൃപ്തി നിറഞ്ഞതായി തീരുകയൊക്കെ ചെയ്യും. അവിടെയാണ് നമ്മൾ സന്തോഷം കൈവരിക്കേണ്ടത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്.